നാമരൂപത്തെ വിശകലനം ചെയ്ത് കണ്ടെത്തിയ വേറെ 2 നാമരൂപങ്ങൾ. വസ്തു എന്താണെന്ന് ആർക്കാ നിശ്ചയം? ഇതുപോലെയാണ് എല്ലാ കണ്ടുപിടുത്തങ്ങളും. ഇതൊക്കെ വിവേകാനന്ദ സ്വാമി തന്നെ ഒടുവിൽ പറയുന്നുണ്ട്. നമ്മുടെ ശാസ്ത്രങ്ങളും ഒക്കെ സത്യമെന്തെന്ന് കാട്ടിത്തരാൻ അസമർത്ഥങ്ങളാണ്. സ്റ്റീഫൻ ഹോക്കിൻസ് ഡൽഹിയിൽ വന്ന് പറയുന്നു, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഫിസിസിസ്റ്റ്. അദ്ദേഹം വന്ന് പറഞ്ഞു, ഈ ഫിസിക്സിന് നമുക്ക് കാര്യമായി ആ സത്യത്തെ ഒന്നും വെളിപ്പെടുത്തി തരാനേ സാധ്യമല്ല. അദ്ദേഹം പറയുന്നു, ഒരു 20 വർഷം കഴിയുമ്പോൾ പിന്നെ ഈ ഫിസിക്സിനൊന്നും ഒരു നിലനിൽപ്പുമില്ലാതെ ആവും. അദ്ദേഹം അത് പറഞ്ഞപ്പോൾ വേറെ ചെറിയ ഫിസിസിസ്റ്റുകൾ ഒരുപാട് പേര് അദ്ദേഹത്തെ ദേഷ്യപ്പെടാൻ പോയേ. പക്ഷേ അദ്ദേഹം ഇങ്ങനെ ലോകത്ത് ഏറ്റവും വലിയ ഫിസിസിസ്റ്റാണ്. നെർവ്സ് എല്ലാം തളർന്ന് ഇങ്ങനെ ഒരു ജീവച്ഛവം പോലെ വീൽ ചെയറിൽ ഇങ്ങനെ നടക്കുകയാണ്. അദ്ദേഹം ഡൽഹിയിൽ വന്നുടൻ ചോദിച്ചത്, ഞാൻ എന്തിന് ജനിച്ചു? എനിക്കിതാര് പറഞ്ഞു തരും? ഇതാണ് സത്യം, സത്യാന്വേഷണം. ഈ സത്യം എനിക്കാരാ പറഞ്ഞു തരാനുള്ളത്? അത് ഇവിടെ വന്ന് ഉപനിഷത്ത് പഠിക്കുകയോ ഐൻസ്റ്റീൻ ഇവിടെ വന്ന് ഇത് പഠിച്ചു എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഇതെനിക്കറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ 40 കൊല്ലത്തെ അന്വേഷണം ഉപേക്ഷിക്കാമായിരുന്നു എന്നാണ്. ഞാനിതൊക്കെ എടുത്തു പറയുന്നത് അത്ര വിലപ്പെട്ടതാണ് നമ്മുടെ വേദാന്ത സത്യം. സത്യം ഗുരുദേവൻ ഈ ആത്മോപദേശ ശതകത്തിലും ദർശനമാലയിലും ബ്രഹ്മവിദ്യാ പഞ്ചകത്തിലും ഒക്കെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. നമ്മളത് ശ്രീനാരായണ ഗുരുദേവൻ നമ്മുടെ ഈ അടുത്ത കാലത്ത് നമ്മളോടൊപ്പം ജീവിച്ചിരുന്ന ഒരാള് എന്നുള്ളത് കവിഞ്ഞ് അത്ര വിലയൊന്നും അങ്ങനെ കൽപ്പിക്കാറില്ല. അറിവത് ധർമ്മിയെയല്ല നമ്മൾ ഈ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നും ഒരു ശാസ്ത്രജ്ഞൻ അറിയുന്നതും. ആചാര്യസ്വാമികൾ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിന്റെ ആരംഭത്തിൽ പ്രസ്താവിക്കുന്ന സകല ശാസ്ത്രങ്ങളും അവിദ്യ. സത്യം പിടികിട്ടുന്നില്ലേ? ഓരോ കണ്ടുപിടുത്തങ്ങളെന്ന് പറഞ്ഞ ഓരോ നാമരൂപങ്ങൾ, കമ്പ്യൂട്ടർ, അതൊക്കെ പുതിയ പുതിയ നാമരൂപങ്ങൾ ഉണ്ടാക്കുന്നു. അതിനൊക്കെ സത്യമെന്ന് പറഞ്ഞാൽ ആ സത്യം നമ്മെ സുഖിപ്പിക്കുമോ? അവ നമ്മെ സുഖിപ്പിക്കുന്നതിനേക്കാൾ പലപ്പോഴും ദുഃഖിപ്പിക്കുന്നു. അതാണ് വസ്തുത. നാമരൂപങ്ങൾ ആരെയാണ് സുഖിപ്പിക്കാൻ പോവുക? അതാണ് അറിവത് ധർമ്മിയല്ല. ഇവിടെ മാറി നിന്നറിയുന്ന ഒന്നും സത്യമല്ല, ഒക്കെ നാമരൂപങ്ങൾ. അറിവത് ധർമ്മിയല്ല, പിന്നെന്താ? ധർമ്മമാം. ആ ധർമ്മി ഉണ്ടെന്ന് തോന്നിക്കുന്ന അതിന്റെ ധർമ്മം നാമരൂപങ്ങൾ. അറിവത് ധർമ്മിയല്ല, ധർമ്മമാണ്. സ്വർണത്തിലെ നാമരൂപങ്ങളാണ് ആഭരണങ്ങൾ. മണ്ണിലെ വെറും ധർമ്മമാണ് പാത്ര നാമരൂപങ്ങൾ. അഗ്നിയുടെ ധർമ്മമാണ് ചൂട്. ഭൂമിയുടെ ധർമ്മമാണ് കാഠിന്യം. ഇങ്ങനെ ഓരോന്നിനും ഓരോ ധർമ്മമുണ്ട്. പക്ഷേ ആ ധർമ്മമൊന്നും ഒരിടത്തും ധർമ്മിയിൽ നിന്നും മാറ്റി കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളേ അല്ല. എന്ന് പറഞ്ഞാൽ ധർമ്മിയിൽ വെറുതെ ഉണ്ടെന്ന് തോന്നുന്ന കാഴ്ചകൾ. അഗ്നിയുടെ ചൂട് അഗ്നിയിൽ നിന്നും മാറ്റിയെടുത്തുകൊണ്ട് പോകാൻ സാധ്യമല്ല. അഗ്നിയും ചൂടും ഒന്ന് തന്നെ എന്നറിയുന്നതാണ് യഥാർത്ഥമായ സത്യാനുഭവം. അല്ലാതെ ചൂട് മാറ്റി നിർത്തി അഗ്നിയെ അറിയുന്നതൊരിക്കലും യഥാർത്ഥമായ വസ്തുബോധമല്ല. ഇവിടെ അറിവത് ധർമ്മിയല്ല, ധർമ്മമാം. ധർമ്മത്തെയാണ് നമ്മൾ അറിയുന്നത്. അമീവ മുതൽ സൂര്യചന്ദ്രന്മാർ വരെ ധർമ്മമാണ്. അത് വസ്തുവല്ല, അതിലെ വെറും കാഴ്ച. പുതിയ വസ്തു ലേശം പോലും ഇല്ല. അങ്ങനെയുള്ള ധർമ്മത്തെയാണ് നമ്മൾ അറിയുന്നത്. അതെന്താ ധർമ്മിയെ അറിയാത്തത്? അരുളിയ ധർമ്മി അദൃശ്യമാകയാലേ. നാം ഈ പറയുന്ന അരുളിയ ധർമ്മി, ഇതേവരെ വ്യക്തമാക്കിയ ധർമ്മി, അഖണ്ഡബോധബ്രഹ്മം, അതാണ് ധർമ്മി. ഈശ്വരൻ, ശാസ്ത്രീയമായ ഈശ്വര തത്വം. ആ ധർമ്മി അദൃശ്യമാകയാലേ നമുക്ക് കാണാൻ കിട്ടുന്നില്ല. അത് ചെവി കൊണ്ട് കേൾക്കാനൊക്കില്ല. ആ
അപ്രാപ്യ മനസാ സഹ, മനസ്സിനും ബുദ്ധിക്കും ഒന്നും അവിടെ ചെന്നെത്താൻ സാധ്യമല്ല. യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ, വാക്കും മനസ്സുമൊക്കെ അവിടെ ചെന്ന് പറ്റിയിട്ട് അതിന് വേണ്ടത്ര അറിയാൻ ശ്രമിക്കാതെ തിരിച്ചു പോരുന്നു എന്നാണ് ഉപനിഷത്ത് തന്നെ പറയുന്നത്. അങ്ങനെയുള്ള നിശ്ചലമായ സത്യം വാക്കിനും മനസ്സിനുമൊക്കെ അവിടെ ചെന്ന് എന്ത് കിട്ടാനാണ്? ഒന്നും കിട്ടില്ല, തിരിച്ചു പോരേണ്ടി വരും. പക്ഷെ അപ്പൊ പിന്നെ നമുക്കത് സാക്ഷാത്കരിക്കാൻ പറ്റുമോ? നമുക്കത് നിങ്ങളിപ്പോഴേ അതാണ്. എന്ത് സാക്ഷാത്കരിക്കാൻ? മറമാറ്റൂ, നിങ്ങളതായി തെളിയും. കൃഷ്ണൻ ഗീതയിൽ പറയുന്നു, ഒരിടത്ത് ആ സത്യത്തെ വ്യക്തമായി ഒന്ന് തെളിച്ചു കാണാൻ കഴിഞ്ഞാൽ അത് സർവത്ര നിറഞ്ഞു നിൽക്കുന്നു എന്ന് ബോധ്യപ്പെടും. നമ്മുടെ ഉള്ളിൽ ആ സത്യത്തെ രാഗദ്വേഷങ്ങൾ മാറ്റി ശുദ്ധമായി ഒന്നനുഭവിച്ചാൽ ഈ ഞാൻ തന്നെയാണ് സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ബോധം. അതാണ് സ്വാമി രാമനും മറ്റും സത്യത്തെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞപ്പോൾ ഞാനാണ് സൂര്യനായി പ്രകാശിക്കുന്നത്. നമുക്ക് ആദ്യമൊക്കെ തോന്നുന്നത് ഭ്രാന്ത് പറയുകയാണെന്ന്. സൂര്യനായി പ്രകാശിക്കുന്നത് ഞാൻ തന്നെ. കാരണം ഞാൻ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡ ബോധമാണ്. വ്യക്തമായി 15-ാം അധ്യായത്തിൽ കൃഷ്ണൻ പറയുന്നു. രാമൻ പറഞ്ഞത് എന്നെ കൃഷ്ണൻ നല്ല ബ്രഹ്മബോധം ഉണ്ടായിരുന്ന ആളാണ്. അതാണ് ഈശ്വരൻ എന്നൊക്കെ പറയുന്നത് തന്നെ. യദാദിത്യഗതം തേജോ ജഗദ്ഭാസയത്തേഖിലം യന്ദ്രമസി അഗ്നോ തത്തേജോ വിധി മാമകം. ആദിത്യനിൽ കാണുന്ന തേജസ് എന്റെ തേജസ്സാണ്. കൃഷ്ണൻ പറയുന്നു, ചന്ദ്രനിൽ കാണുന്നത് എന്റെ പൂനിലാവാണ്, അഗ്നിയിലെ ചൂട് എന്റെ ചൂടാണ് എന്ന് പറഞ്ഞാൽ എന്നിൽ തന്നെയാണ് ഇതൊക്കെ ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്. അവയൊക്കെ പ്രകാശിപ്പിക്കുന്നത് ഞാനാണ്. അറിവത് ധർമ്മീയല്ല. ഇവിടെ ഒന്നും സംശയമില്ലല്ലോ. അറിയുന്നത് ഒരിക്കലും ധർമ്മീയല്ല, ധർമ്മമാം. നാമരൂപങ്ങളെ, ഇല്ലാത്ത കാഴ്ചകളെ, പുതിയതായി യാതൊരു വസ്തുസത്തയുമില്ലാത്ത കാഴ്ചകൾ. സ്വർണം വളയായാൽ വളയിൽ പുതുതായി യാതൊരു വസ്തുസത്തയുമില്ല, പഴയ സ്വർണം മാത്രം. അതുകൊണ്ട് അറിവത് ധർമ്മീയല്ല, ധർമ്മമാം, ധർമ്മത്തെയാണ്. എന്തുകൊണ്ട്? ഈ അരുളിയ ധർമ്മി അദൃശ്യമാകയാലേ. നേരത്തെ പറഞ്ഞ ആ ധർമ്മി ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഇങ്ങനെ ഉണ്ടെന്ന് തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ധർമ്മി അദൃശ്യമാകയാലേ. അതിന് നമുക്ക് കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഒന്നും സാധ്യമല്ല. അദൃശ്യമായെന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ കൊണ്ടൊന്നും അതിനെ പിടിച്ചെടുക്കാൻ സാധ്യമല്ല, മനസ്സുകൊണ്ടുപോലും സാധ്യമല്ല. കാരണം മനസ്സിനെപ്പോലും ഉള്ളതാക്കി തീർക്കുന്നത് ആ സത്യമാണ്. അങ്ങനെയുള്ള മനസ്സിന് ആ സത്യത്തെ തിരിഞ്ഞ് മനസ്സായി നിന്നുകൊണ്ട് അനുഭവിക്കാനേ സാധ്യമല്ല. അപ്പോ അരുളിയ ധർമ്മി അദൃശ്യമാകയാലേ. മരുഭൂമിയെക്കുറിച്ച് പിടിയില്ല. മരുഭൂമിയിൽ ഒരു ജലാശയം നിറഞ്ഞു തിന്നുന്നതായി കാണുമ്പോ മരുഭൂമിയെ അറിയാൻ കഴിയുന്നില്ല. ഈ ജലാശയം മരുഭൂമിയെ മറച്ചിരിക്കുക. ഇവിടെ നിന്നുകൊണ്ട് മരുഭൂമിയെക്കുറിച്ച് വ്യക്തമായി അറിഞ്ഞും കൂടാ. അങ്ങനെയുള്ള ഒരാൾ ഈ ജലാശയം എന്ന ധർമ്മത്തിന്റെ ധർമ്മി മരുഭൂമിയാണെന്ന് എങ്ങനെ അറിയാനാണ്? ധൈര്യമുണ്ടെങ്കിൽ അകത്തോട്ട് കയറിച്ചെന്ന് മരുഭൂമിയെ പരിശോധിച്ചു നോക്കുക. ഈ ജലാശയം അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ചറിഞ്ഞാൽ പിന്നെ സംശയമില്ല. പിന്നെ മരുഭൂമിയേ ഉള്ളൂ, ജലം ഇല്ല. ഇതാണിവിടെയും. ഇവിടെയും അകത്തോട്ട് പോയി പരിശോധിക്കുക. വലിയ പ്രയാസമൊന്നുമില്ല. ആവർത്തിച്ച് വേദാന്തം ഗീത ഒക്കെ പറയുന്നു, രാഗദ്വേഷങ്ങളകറ്റൂ, ഭേദചിന്ത അകറ്റൂ. ഇത് മായ. ഭേദചിന്തയും രാഗദ്വേഷവും മായ. അവയെ അകറ്റൂ. ഭേദദൃഷ്ടിരവിദ്യ. അവിദ്യ എന്ന് പറയുന്നത് ഈ ഭേദദൃഷ്ടിയാണ്. അത് അകറ്റുമ്പോൾ സ്വയം നിങ്ങളതായിത്തീരും. നിങ്ങളതിനെ അറിയാൻ പോകണ്ട. നിങ്ങൾ
ആനന്ദസ്വരൂപമായ ബോധമായി ഉള്ളിലും പുറത്തും വികസിക്കുന്നു. ഇതാണ് വേദാന്തത്തിന്റെ ഉജ്ജ്വലമായ പ്രഖ്യാപനം. അതിന് ഞാനിതെടുത്തു പറയുന്നത്, അപ്പം നമുക്കൊന്നും ഇത് പറ്റില്ല. നമുക്കെല്ലാം പിന്നെ ആർക്കാ പറ്റുക? നമുക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ ആർക്കാ ഇത് പറ്റാൻ പോകുന്നത്? ഇത്രയേ വേണ്ടൂ. അത് ചെയ്യാൻ ആർക്കും മനസ്സില്ല. ഇവിടെ കിടന്ന് ഈ രാഗദ്വേഷങ്ങളിൽ പുഴുക്കളെ പോലെ പെടയുക. എവിടെ നോക്കിയാലും ഏത് ഗംഭീരനും കിടന്ന് പെടയുകയാണ്. വാസ്തവത്തിൽ ഈ സത്യം ഉറപ്പുവന്ന ഒരാൾക്ക് ഇവരെയൊക്കെ കാണുമ്പോൾ ചിരിയും സഹതാപവും തോന്നും. പാവങ്ങൾ. വാസിഷ്ഠം പറയുന്നത്, വിചാരം കൊണ്ട് സത്യം ഉറപ്പുവന്ന ആൾക്ക് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരോട് പോലും അനുകമ്പ തോന്നുമെന്നാണ്. എന്താ കാര്യം? പാവങ്ങൾ ഒരാളെ സൃഷ്ടിക്കാൻ ബ്രഹ്മാവ് രാപകൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനെ സൃഷ്ടിക്കുക? ഇവിടെ അങ്ങനെ സൃഷ്ടിക്കാനൊന്നുമില്ലേ? ആകെ ഒരു വസ്തുവേ ഉള്ളൂ. അങ്ങനെ അവർ കിടന്ന് സ്ഥിതി സംഹാരങ്ങൾക്ക് വേണ്ടി പിടയുമ്പോൾ ഈ സത്യം കണ്ട മഹാത്മാവിന് അനുകമ്പ്യാഭവന്ധ്യത്തെ ബ്രഹ്മ വിഷ്ണു ഇന്ദ്ര ശങ്കരാഹ. ബ്രഹ്മാവ്, വിഷ്ണു, ഇന്ദ്രൻ, ശങ്കരൻ, ഇവരോടൊക്കെ പോലും പാവങ്ങൾ കഷ്ടം. സത്യമറിയാതെ എന്തുമാത്രം കഷ്ടപ്പെടുന്നു. ഒരു പ്രയോജനവുമില്ല.